അങ്ങനെ ഇന്ന് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ 200 സീറ്റോളം പിടിച്ചുകൊണ്ട് 290 സീറ്റുകളിൽ 200ഓളം സീറ്റുകൾ പിടിച്ചുകൊണ്ട് 294 ഉണ്ട്, അതിൽ 290ലാണ് മത്സരം നടന്നു തോന്നുന്നു. 290 സീറ്റുകളിൽ 200 സീറ്റുകളോളം പിടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണ്, 2/3 ഏകദേശം 2/3 ഭൂരിപക്ഷം പിടിച്ചുകൊണ്ടാണ് BJP അവിടെ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ 15 വർഷത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിന് ശേഷം മമതാ ബാനർജി ഇറക്കുന്നത്. 35 വർഷത്തെ ഭരണത്തിന് ശേഷം CPM ഇറങ്ങിയെങ്കിൽ 15 വർഷത്തെ ഭരണത്തിന് ശേഷം മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസും ഇറങ്ങുകയാണ്. BJP അവിടെ ശക്തമായി പിടിച്ചിട്ടുണ്ട്. പുതുച്ചേരിയെ സംബന്ധിച്ചിടത്തോളം BJP ആണ് സീറ്റ് പിടിച്ചിരിക്കുന്നത്. അത് BJP മുന്നണി NDA മുന്നണിയാണ്. ആസാമിൽ പിന്നെ നടന്നൊരു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ്. ആസാമിലും വലിയ ഭൂരിപക്ഷത്തിൽ BJP NDA മുന്നണി വിജയിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള ഹേമന്ത് മാമ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ, നമുക്ക് കേരളത്തിൽ വരാം, തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാലിൻ അവിടെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമൊക്കെ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെ 3-ാം സ്ഥാനത്തേക്കാണ് സ്റ്റാലിൻ പോയിരിക്കുന്നത്. 1-ാം സ്ഥാനത്ത് തമിഴ് വെട്രി കഴകം 108 സീറ്റ് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. 118 സീറ്റ് മറ്റാണ് വേണ്ടത്, പക്ഷേ അവർ 108 സീറ്റ് വരെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ചെറിയ ഒരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റും. 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് AIDMK BJP NDA സഖ്യമാണ്. 3-ാം സ്ഥാനത്തേക്ക് സ്റ്റാലിൻ പോയിരിക്കുകയാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ BJP വിരുദ്ധമായിട്ട് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം സ്റ്റാലിൻ്റെ സംസ്ഥാനം പോയിരിക്കുകയാണ്. അത് ഇന്ത്യ മുന്നണിക്കും വലിയ തിരിച്ചടിയായിരിക്കും. മമതാ ബാനർജി പോയതും ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ വിജയമാണ്. എനിക്ക് തോന്നുന്നു 104 സീറ്റ് ഒരു മുന്നണിയും നാളിതുവരെ പിടിച്ചിട്ടില്ല. ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയൊരു വിജയത്തിലേക്കാണ് UDF പോയിരിക്കുന്നത്. UDF പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം VD സതീശൻ 100 സീറ്റ് എന്നൊരു ആലങ്കാരികമായി പറഞ്ഞു, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു 85 സീറ്റാണ് എല്ലാവരും പറഞ്ഞത്. മാക്സിമം 90 സീറ്റ്. മലയാള മനോരമയുടെ സർവേ പോലും 94 സീറ്റേ പറഞ്ഞോളൂ. പിന്നെ മറ്റ് പല ചാനലുകളും 90, 92, എന്തായാലും 95 സീറ്റിനപ്പുറം 94 സീറ്റിനപ്പുറം ആരും പറഞ്ഞില്ല. VD സതീശൻ 100 പറഞ്ഞപ്പോൾ അതിനെ പലരും കളിയാക്കി. നല്ല മെജോറിറ്റി കിട്ടും, ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുമെന്ന് മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് പറഞ്ഞോളൂ. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് 104 സീറ്റിലേക്ക് UDF പോയിരിക്കുന്നത്. 2 സീറ്റ് രാജീവ് ചന്ദ്രശേഖറും ചാത്തന്നൂർ ഗോപകുമാറും, ശരിക്കും പറഞ്ഞാൽ 5 സീറ്റിലെങ്കിലും BJP ജയിക്കാനുള്ളതായിരുന്നു. പക്ഷേ അത് 2 സീറ്റായി അവർ ചുരുങ്ങി. ബാക്കി 34 സീറ്റിലേക്ക് മണ്ഡലത്തിലേക്കാണ് നമ്മുടെ LDF ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷേ 34 സീറ്റിൽ ഒതുങ്ങി എന്നുള്ളതല്ല, പരമ്പരാഗതമായ CPM സീറ്റുകളും മണ്ഡലങ്ങളും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താലും വലിയ അട്ടിമറിയാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ശക്തൻ്റെ വിജയം, ആൻസലമിനെ അട്ടിമറിച്ചുകൊണ്ട് ശക്തൻ വിജയിക്കുന്നു. കാട്ടാക്കടയിൽ 2 പ്രാവശ്യം വിജയിച്ചിട്ടുള്ള IB സതീഷിനെ അട്ടിമറിച്ചുകൊണ്ട് MR ബൈജു വിജയിക്കുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ CP ജോൺ അട്ടിമറി എന്ന് പറയാൻ കഴിയില്ല, അതൊരു UDF മണ്ഡലമാണ്. CP ജോൺ ജയിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുമ്പോൾ വാമനപുരം 50 വർഷത്തിലാദ്യമായി ഒരു ചെറുപ്പക്കാരൻ, വളരെ ചെറിയൊരു ചെറുപ്പക്കാരൻ വന്നിട്ട്, സുധീർ ഷാ എന്ന് പറയുന്ന, അതും അവിടെ നായർ ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ മെജോറിറ്റിയുള്ള മണ്ഡലത്തിൽ ഒരു മുസ്ലിം നാമധാരിയായ സുധീർ ഷാ വന്ന് അവിടെ നിന്ന് ജയിക്കുന്നു, വലിയ വോട്ടിന് ജയിക്കുന്നു. രമ്യ ഹരിദാസ് ചിറയൻകീഴ്, പാലക്കാട് നിന്ന്, ഒറ്റപ്പാലത്ത് നിന്ന് ചിറയൻകീഴ് വന്ന്, പിന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് ചിറയൻകീഴ് വന്നിട്ട് രമ്യ ഹരിദാസ് മനോജ് ഇടമനയെ പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലത്ത് ചെല്ലുമ്പോൾ ബിന്ദു കൃഷ്ണ, പത്തനാപുരത്ത് വലിയ അട്ടിമറിയാണ് നടന്നത്. അവിടെ KB ഗണേഷ് കുമാർ മന്ത്രി തോൽക്കുന്നു. അതുപോലെ തന്നെ അഭിൻ വർക്കി പിന്നെ ആറന്മുളയിൽ ജയിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പല മണ്ഡലങ്ങളിലും വലിയ അട്ടിമറിയാണ് നടന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന വളരെ ജൂനിയറായിട്ടുള്ള ഒരു വനിത, മുസ്ലിം വനിത, ഒരു കോഴിക്കോട് കൗൺസിലറാണ് ലീഗിൻ്റെ. അവർ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പേരാമ്പ്രയിൽ പോയി അവിടെ നിന്ന് മത്സരിച്ച് വളരെ ലാസ്റ്റിലാണ് അവിടെ ചെല്ലുന്നത്. അത് CPMൻ്റെ കോട്ടയാണ്, വലിയ കോട്ടയാണ്, പൊന്നാപുരം കോട്ടയാണ്. CPMൻ്റെ പൊന്നാപുരം കോട്ടയായ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എന്ന അതികായകൻ മത്സരിച്ച അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണൻ വലിയ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. TK ഗോവിന്ദൻ, തളിപ്പറമ്പ്, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് കോട്ടകളാണ്. 7 റൗണ്ട് എണ്ണിയപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ 7 റൗണ്ടിൽ പുറകോട്ട് പോയി. ഇപ്പോൾ പിന്നെ അവസാന വിവരം വരുന്നതേ ഉള്ളൂ.
അങ്ങനെ കേരളത്തിൽ പിന്നെ പാലക്കാട് BJP വളരെ വലിയ രീതിയിൽ പാലക്കാട് BJP ജയിക്കുമെന്ന് വലിയ രീതിയിൽ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ പിഷാരടി കോട്ടയത്തുകാരനായ രമേഷ് പിഷാരടി പോയി നിന്ന് വലിയ വോട്ടിന് ജയിച്ചു. അടുത്ത വലിയ അട്ടിമറി നടന്നത് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ, പാലക്കാടുകാരനായ സന്ദീപ് വാര്യർ ട്രെയിനും പിടിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ അവിടെ ഉൾക്കൊണ്ടുപോലുമില്ല അവിടുത്തെ കോൺഗ്രസ്സുകാർ. പക്ഷേ അവിടെ വലിയ വോട്ടിനാണ് ജയിച്ചത്. ഇതിനിടയ്ക്ക് തല്ലുമൊക്കെ കിട്ടി, കോളേജിൽ പോയി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ പ്രശ്നങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ വലിയ വോട്ടിനാണ് അവിടെ ജയിച്ചത്. ശരിക്കും അവിടെ പറഞ്ഞാൽ അവിടുത്തെ യുവാക്കളും യുവതികളുമെല്ലാം ന്യൂജനാണ് സന്ദീപ് വാര്യർക്ക് വലിയ വോട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സന്ദീപ് വാര്യർ അവിടെ ജയിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ജയിച്ചത് ഈ പറഞ്ഞ പോലെ പിന്നെ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ജയിച്ചു. അത് വലിയൊരു അട്ടിമറി ജയമാണ്, പക്ഷേ ഭയങ്കരമായ മധുരമുള്ള ഒരു ജയമാണ്. അതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരുപാട് അട്ടിമറികൾ നടന്നു. 104 സീറ്റിലോളം UDF വരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കൊരു ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം ഭരണവിരുദ്ധമുണ്ട്. വികസന പോലുള്ള ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം, ജനാധിപത്യ വിരുദ്ധത, സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കടക്ക് പുറത്തുനിന്നുള്ള പ്രയോഗങ്ങൾ, പിന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന കാര്യങ്ങൾ, ആരെങ്കിലും പാർട്ടി വിട്ടു പോവുകയോ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും അവസരമുണ്ടാക്കിയാൽ അവരെ കൊലംകുത്തുകളെന്നും നികൃഷ്ടജീവികളെന്നും പരനാറിയെന്നും ചെറ്റയെന്നും അതുപോലെ തന്നെ പല പേരുകൾ വിളിച്ചുകൊണ്ട് പിന്നെ ശവം തൂക്കിയെന്നും ശവം തീനിയെന്നും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജി സുധാകരനെ പോലുള്ള ആളുകളെയൊക്കെ പരമചെറ്റയെന്നാണ് വിളിച്ചത്. TP ചന്ദ്രശേഖരനെ കൊലംകുത്തി എന്നാണ് വിളിച്ചത്. 51 വെട്ടിനാണ് TP യെ കൊന്നത്. ഇന്ന് TP യുടെ 14ാം ചരമ വാർഷികവും രക്തസാക്ഷിത്വ ദിനവും കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരു അർത്ഥമുണ്ട്. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്. കാലം പലതും കാത്തുവയ്ക്കും. നമ്മൾ വിചാരിക്കും ഇതൊന്നുമില്ല, ഇവിടെ ദൈവമുണ്ടോ ഭക്തിയുണ്ടോ കാലമുണ്ടോ നമ്മൾ ചോദിക്കും. പക്ഷെ കാലം പലതും കാത്തുവയ്ക്കും. വലിയ കാവ്യനീതിയാണ്, കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. മെയ് 4 ഒരിക്കലും മെയ് 4 TP ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ കൊലപാതക ദിവസമായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിവസമായതുകൊണ്ട് ഇന്ന ദിവസം വോട്ടെണ്ണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എണ്ണിയതല്ലല്ലോ. പക്ഷെ കാലത്തിൻ്റെ കാവ്യനീതി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് വോട്ടെണ്ണി പിണറായി വിജയൻ ചരിത്രത്തിൽ നിന്ന് തന്നെ, CPMൻ്റെ ചരിത്രത്തിൽ നിന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും, ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന്, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്, ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ നിന്ന് CPMനെ ഇറക്കി വിടുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് മാറാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു അതികായകൻ്റെ പതനമാണ്, ഒരു ക്യാപ്റ്റൻ്റെ വീഴ്ചയാണ്. കപ്പലും കൊണ്ട് പോകുന്ന ക്യാപ്റ്റൻ കപ്പൽ മുങ്ങി മരിച്ചതായി നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഞാൻ മരണം പറയുന്നില്ല, പക്ഷേ കപ്പൽ മുങ്ങി, ആ കപ്പലിൽ കപ്പിത്താനും മുങ്ങിയിട്ടുണ്ട്. വളരെ കൃത്യമായി ഒരു വലിയ പതനമാണ്. നാളെ രാവിലെ എന്താണ് പിണറായി വിജയൻ പറയുക? ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കത് വലിയ കാര്യമല്ല, ഞങ്ങൾ വിപ്ലവ പ്രവർത്തനം നടത്തും. അങ്ങനെ ഒരുപാട് ന്യായങ്ങളും ക്യാപ്സ്യൂളുകളും മരുന്നുമൊക്കെ ഇറക്കാം. പക്ഷേ അങ്ങനെ ഇറക്കിയിട്ടും ടോണിക്ക് ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾ നിങ്ങളെ പിറങ്കാല് കൊണ്ടടിച്ചു, നിങ്ങളെ തിരുത്തിയിരിക്കുകയാണ്. ആരാണ് നിങ്ങളെ തിരുത്തിയത്? കോൺഗ്രസ് അല്ല, BJP അല്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം കോൺഗ്രസോ CPMോ അല്ല CPMനെ തോൽപ്പിച്ചത്. CPM തന്നെയാണ് CPMനെ തോൽപ്പിച്ചത്. CPI ആണ് CPMനെ തോൽപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കമുള്ളിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും, കോൺഗ്രസ് പാർട്ടി മുൻതൂക്കമുള്ളിടത്ത് കോൺഗ്രസ് പാർട്ടി ജയിക്കും, ലീഗിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ ലീഗ് ജയിക്കും, കേരള കോൺഗ്രസിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ അവർ ജയിക്കും, മറ്റൊറ്റപ്പെട്ട പാർട്ടികൾക്കും ഏകാംഗ പാർട്ടികൾക്കും സ്വതന്ത്രന്മാർക്കും സ്വാധീനമുള്ളവർ അവർ ജയിക്കും. പക്ഷേ പിന്നെ അല്ലാതെ വരുന്ന ഒരു ഓസിലേറ്റിംഗ് പീപ്പിളുണ്ട്. അവർ പലയിടത്ത് നിന്നിട്ടാണ് ഈ സീറ്റുകൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ അധികാരത്തിൽ വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പയ്യന്നൂരും തളിപ്പറമ്പും ധർമ്മടത്തും പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ആളുകൾ കൂട്ടമായി പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തൃക്കരിപ്പൂരിൽ ആളുകൾ പോയി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാഞ്ഞങ്ങാട് ഉദുമയിലും പോയി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കുമെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ടാണ്. അവർ ആദ്യമായി BJPക്ക് അല്ല കുത്തിയ, BJP ജയിക്കും വരെ അവർ കോൺഗ്രസിന് വോട്ട് കുത്തി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾ കോൺഗ്രസിന് വോട്ട് കുത്തുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ, പുരോഗമന കലാസാഹിത്യ സംഘക്കാർ, യുക്തിവാദികൾ, യുവകലാസാഹിതി, അങ്ങനെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന മലയാളിയിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം, പരിസ്ഥിതി സംഘടനകൾ, പരിസ്ഥിതി പ്രവർത്തകർ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ മുഴുവൻ ഇപ്രാവശ്യം UDFന് വോട്ട് ചെയ്യും എന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടണം. ഇവിടെ ഏകാധിപത്യവും തോന്നിയവാസവും ഗൂണ്ടായുസവും തല്ലും പാർട്ടിയുടെ അടിയൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള
വളരെ വലിയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇനിയിപ്പോൾ 104 105 സീറ്റിലേക്കാണ് UDF വന്നിരിക്കുന്നത്. അവർ ഇനി മുഖ്യമന്ത്രി ആരാക്കുക അതൊക്കെ അവരുടെ ആഭ്യന്തര വിഷയമേ വരട്ടെ. പക്ഷേ എന്തായാലും 30 34 35 സീറ്റിലേക്ക് LDF ഒതുങ്ങിയിട്ടുണ്ട്. 2 സീറ്റ് അത് വിജയിച്ചു കഴിഞ്ഞു. ഒന്ന് ഗോപകുമാർ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നൊരു NDA സ്ഥാനാർത്ഥിയാണ്, പാവപ്പെട്ടൊരു NDA സ്ഥാനാർത്ഥിയാണ് ചാത്തന്നൂരിൽ. മറ്റെല്ലാ മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ള ആളുകൾ ചെന്നപ്പോൾ ചാത്തന്നൂർ ആരും ചെന്നില്ല. വളരെ നിസ്വാർത്ഥനായി നിന്ന് 2 പ്രാവശ്യം നിന്ന് തോറ്റു. 3ാമത്തെ പ്രാവശ്യം ഞാൻ നാട്ടുകാരനാണ്, എന്നെ ഒരു പ്രാവശ്യം ഒരു ചാൻസ് തരുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിമ്പതിയിലും സഹതാപത്തിലും കൂടി കൃത്യമായി ഗോപകുമാർ 5000 വോട്ടിന് ജയിച്ചു. രാജീവ് ചന്ദ്രശേഖർ വളരെ വലിയ ഫൈറ്റിൽ അവസാനം ജയിച്ചു. എന്തായാലും 2 മണ്ഡലമെങ്കിലും LDEക്ക് കിട്ടി. അവർ അക്കൗണ്ട് തുറന്നു. കഴിഞ്ഞ പ്രാവശ്യം 1 ആയിരുന്നു, അതിന് 2 ആവും. ഇനിയിപ്പോൾ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ കൂട്ടുമായിരിക്കാം. പക്ഷേ എന്തായാലും രാജ്യത്ത് അവർ വലിയ രീതിയിൽ പാൻ ഇന്ത്യ പാർട്ടിയായി വീണ്ടും ഒന്നുകൂടി തല ഉയർത്തി നിൽക്കുന്നു. ബംഗാളിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റ് ആസാമിലും പുതുച്ചേരിയിലുമൊക്കെ വലിയ താമരയുടെ തേരോട്ടമാണ് വിരിഞ്ഞിരിക്കുന്നത്. ബംഗാളിലെ വിരിയലാണ് ഒരു 1.5 വിരിയൽ. അതിനിടയിലാണ് കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. UDF ജയിച്ചതിൽ അത്ഭുതം അല്ല. 75 80 സീറ്റിനകത്ത് UDF വരാനുള്ള സാധ്യത 85 സീറ്റ് വരെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ടതാണ്. പക്ഷേ 104 സീറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് കൊത്തളങ്ങൾ ഒന്നാകെ അടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, MLA-മാരുടെ ആൻറ്റി ഇൻകംബൻസ് ഇല്ലെങ്കിൽ, MLA-മാരെല്ലാം ജനപ്രിയരായിരുന്നുവെങ്കിൽ, ആ ജനപ്രിയത്വമല്ല, ആ വികസനമല്ല ജനങ്ങൾക്ക് വേണ്ടത്. അതിലുപരിയായ ഒരു ജനാധിപത്യ ബോധമാണെന്നും ഒരു മതേതര ബോധമാണെന്നുമുള്ള മലയാളിയുടെ ആ ഒരു ജനാധിപത്യ ബോധമുണ്ടല്ലോ, അത് ഉയർന്നതാണ്. അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ കഴിയൂ. UDF ജയിച്ചോ LDF ജയിച്ചോ അല്ലെങ്കിൽ NDA ജയിച്ചോ എത്ര സീറ്റ് പിടിച്ചു എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നെപ്പോലെയുള്ള ആളുകളെ മോഹിപ്പിക്കുന്നത്. ഇവിടെ തോന്നിയവാസവും ഗൂണ്ടായുസവും ജനാധിപത്യ വിരുദ്ധതയും ഫാസിസവും അതിൻ്റെ സൂക്ഷ്മരൂപങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും വാക്കെടുക്കുന്നവനെ, എഴുതുന്നവനെ, എന്തെങ്കിലും പഠിക്കുന്നവനെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന, പ്രളയ സമയത്ത് ഉത്തരവിറക്കി തലാക്കിറക്കി ആരും എഴുതരുത്, ചാനലിൽ പോകരുത്, പത്രത്തിൽ പോകരുത്, ആരും മീഡിയകളിൽ പോയി അഭിപ്രായം പറയരുത്, സർവീസിലുള്ളവരും സർക്കാരിലുള്ളവരും. ഉരുൾപൊട്ടലുണ്ടാക്കിയപ്പോൾ അവിടെ ശാസ്ത്രജ്ഞർ പോകരുത്, IAS-കാരായ കുറച്ച് ആളുകളെ അശോകിനെയും പ്രശാന്തുമൊക്കെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ വീണ്ടും 8ഉം 10ഉം പ്രാവശ്യം സസ്പെൻഡ് ചെയ്യുക. അതേസമയം ഇവിടെ എത്രയോ ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തു. സെൻകുമാർ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, തോമസ് ജേക്കബ് സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ ഡോക്ടർ B അശോക്, N പ്രശാന്ത്, ഇങ്ങനെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെല്ലാം കൊള്ളക്കാരെന്ന് പറഞ്ഞ് എഴുതി കളയുകയും അവരെല്ലാം സസ്പെൻഡ് ചെയ്യുകയും എബ്രഹാമിനെ പോലെയുള്ള അങ്ങനെയുള്ള റിട്ടയർ ആയിട്ടുള്ളവരല്ലാത്തവരെയും കാല് താങ്ങുന്നവരെയും പാദം നമസ്കരിക്കുന്നവരെയും ഒരു വേതാള വർഗത്തെ കൂടെ നിർത്തി ഭരിച്ചുകൊണ്ട് പോകാമെന്നുള്ള ആ മോഹം കേരള സമൂഹം അംഗീകരിക്കുന്നില്ല. മനോഹരമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ സുനാമിയിൽ ഉടഞ്ഞു പോയിരിക്കുകയാണ് LDF-ഉം CPM-ഉം. എന്ത് പറയും, എന്ത് ന്യായീകരണ ക്യാപ്സ്യൂളാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.